Okay, right. Now you all are clear about the elements of accounting. 5 element എന്തൊക്കെയാണ്, അത് എന്തൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയാസ്, കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസിൽ കുറെ അക്കൗണ്ടുകൾ എഴുതിയിട്ടുണ്ടാവും. അത് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഒരുപാട് അക്കൗണ്ടുകൾ ഉണ്ടാവും. ഇത് അസറ്റ് ആണോ, ലാബിലിറ്റി ആണോ, ഇൻകം ആണോ, ക്യാപിറ്റൽ ആണോ, എക്സ്പെൻഡിച്ചർ ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക, അതിനുശേഷം മാത്രം സജസ്റ്റഡ് ആൻസറുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾ ആദ്യം തന്നെ ചെയ്ത് നോക്കാണ്ട് ആൻസേഴ്സ് നോക്കരുത്. ഓക്കെ, നിങ്ങൾ വൺസ് നിങ്ങളുടേതായിട്ട് ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്ലിയർ ആവുള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അസസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ദെൻ സ്ട്രൈറ്റ്ലി നമ്മൾ അക്കൗണ്ടിങ്ങിലോട്ട് കിടക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദി റിസൾട്ട്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? റെക്കോർഡിംഗ്. ഓക്കെ, സി ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. അതിന്റെ റൂൾ ഉണ്ട്. ഓക്കെ, സി ബേസിക്കലി നമുക്ക് ഏതൊരു ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ അതിന് 2 എലമെന്റ്സ് ഉണ്ടാവും, എഫക്ട് ചെയ്യും. 2 അക്കൗണ്ടിന് അത് എഫക്ട് ചെയ്യും. അതിനാണ് ഡെബിറ്റ് എലമെന്റ് എന്നും ക്രെഡിറ്റ് ആസ്പെക്ട് എന്ന് പറയും. ഏതൊരു ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റുകൾ ഉണ്ടാവും. ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ട്, ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ട്. ഓക്കെ, ഏതൊരു ട്രാൻസാക്ഷനും 2 ആസ്പെക്ട് ഉണ്ടാവും, ഡെബിറ്റ് ആസ്പെക്ട് ആസ് വെൽ ആസ് ക്രെഡിറ്റ് ആസ്പെക്ട്. ഈ 2 ആസ്പെക്ട്സ് ഇല്ലാത്ത ഒരു ട്രാൻസാക്ഷനും ഉണ്ടാവും. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഡെബിറ്റ് ആസ്പെക്ട് ഈക്വൽസ് ടു ക്രെഡിറ്റ് ആസ്പെക്ട്, രണ്ടിന്റെയും വാല്യൂ ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീന്റെ തിയറി ഉണ്ടല്ലോ, എവരി ആക്ഷൻ ദർ ഈസ് എ റിയാക്ഷൻ എന്നുള്ള പ്രിൻസിപ്പിള്. അതേപോലെ തന്നെ അക്കൗണ്ടിങ്ങിൽ എന്തുണ്ട്? എല്ലാ ട്രാൻസാക്ഷനും ഡെബിറ്റ് ആസ്പെക്ട് ഉണ്ടാവും, ക്രെഡിറ്റ് ആസ്പെക്ട് ഉണ്ടാവും, ഈക്വലന്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് ആസ്പെക്ട് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ഇതിലോട്ട് പോവാം. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഈ റൂൾ എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ എലമെന്റ് പഠിച്ചു, ഏതാ എലമെന്റ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു. ഈ റൂളും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ട്രാൻസാക്ഷൻ തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ജേർണൽ എൻട്രി പാസ് ചെയ്യാൻ പറ്റും, അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ 5 എലമെന്റ് ഉണ്ട്. ഏതൊക്കെയാണ്? അസറ്റ്, ലാബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ ആൻഡ് എക്സ്പെൻഡിച്ചർ. നമ്മൾ പറഞ്ഞു ആലീസ്, മനസ്സിലാക്കി വെക്കാം അല്ലെ. ആലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളിലോട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡിയുടെ പിക്ചർ മൈൻഡിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ, ഇനീഷ്യലി ഉള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷോർട്ട് ഫോംസ് ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ആലീസിന്റെ ഏറ്റവും മുകൾ പാർട്ട് ഏതാണ്? തല അല്ലെ. ഏറ്റവും താഴെ ഉള്ള പാർട്ടോ? കാല്. ഏറ്റവും മുകളിലുള്ളതും താഴെ ഉള്ളതും. അപ്പൊ നമ്മുടെ ആലീസിന്റെ ഏറ്റവും മുകളിലുള്ള എന്താണ്? എ ഫോർ അസറ്റ്. ഏറ്റവും താഴെ ഉള്ളത് കാല് ഭാഗത്ത് ഏതാണുള്ളത്? ഇ ഫോർ എക്സ്പെൻസ്. ഈ അസറ്റ് ആൻഡ് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ആലീസിന്റെ മുകൾ ഭാഗം, താഴെ ഭാഗം, അസറ്റ്, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഇത് മാത്രം പഠിച്ചാൽ മതി, ബാക്കിയുള്ള റൂളൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. ഇത് മാത്രം പഠിച്ചു വെക്കുക. അസറ്റ് ആൻഡ് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യാം. അപ്പൊ ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ? ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യാം, ഡിക്രീസ് ചെയ്താൽ വേറെ നെക്സ്റ്റ് ഓപ്ഷൻ എന്താ? ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക, ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, ഈ അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. അപ്പൊ ലാബിലിറ്റീസ്, ഇൻകം, ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. നോട്ട് ചെയ്ത് നോക്കുക. ലാബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, ലാബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യും. ഇതൊന്ന് പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ നിങ്ങളുടെ ലോജിക്കലി നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റും. അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക, ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുക.
ഓക്കെ. ദെൻ ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു റൂൾ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ആണെങ്കിൽ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, ക്രെഡിറ്റ് ആണ്. ഇനി അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, അപ്പൊ ബാക്കിയുള്ളതൊക്കെ ഡിക്രീസ് ചെയ്യുമ്പോഴാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ? അതിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള റൂൾസ് ഒക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഒരു തവണ നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, എഴുതി തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഈ റൂള് തറോ ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ എന്റെ കൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഓക്കെ, എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ ചുമ്മാ ക്ലാസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ബോറിംഗ് ആയിരിക്കും, പ്ലസ് നമ്മൾ പിന്നീട് പഠിക്കാനും വേണ്ടി കൂടുതൽ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. എന്റെ കൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്താൽ മതി. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക, ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക, ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഇതേപോലെ തന്നെ റൂൾ ആയിട്ട് നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഓക്കെ, ഇതേപോലെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നേരെ എഴുതി വെക്കുക. ഓക്കെ, അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമ്പോൾ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ. ഈ റൂള് നിങ്ങളെ ബുക്കിൽ ഉണ്ടായിരിക്കണം. ഈ റൂള് പഠിക്കാനും വേണ്ടിയിട്ട് ജസ്റ്റ് സിംപ്ലിസിറ്റിക്കാണ് ഞാനിവിടെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ റൂളിൽ ഒരാൾക്കും ഒരു ഡൗട്ട് ഉണ്ടാവരുത്. ഏത് ഇതിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, ഇതാണ് ബേസ്, പക്ക ബേസ്. ഇനി നമുക്ക് ഇത് പഠിച്ചു, എലമെന്റ്സ് നിങ്ങൾ പഠിച്ചു എന്ന് വെച്ചോ, ട്രാൻസാക്ഷൻ എഴുതലും ബാക്കിയുള്ള ഒന്നും ഒരു പണിയല്ല. ഏത് ജേർണൽ എൻട്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് റെക്കോർഡിംഗ്, ക്ലാസിഫിക്കേഷൻ, സമ്മറൈസേഷൻ, അനലൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഈ റെക്കോർഡിംഗ് പ്രാക്ടിക്കൽ ലൈഫിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ റെക്കോർഡിംഗ് മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ. ബാക്കിയൊക്കെ സിസ്റ്റമാണ് ചെയ്യുന്നത്. നിങ്ങളെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്, ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത് സിസ്റ്റമാണ്, ഓട്ടോമാറ്റിക്കലി ചെയ്തോളൂ, നിങ്ങളെ സോഫ്റ്റ്വെയർ ചെയ്തോളൂ. ഓക്കെ, അതിന് സമ്മറൈസേഷൻ TB പ്രിപ്പയർ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ചെയ്തോളൂ. ഓക്കെ, സോഫ്റ്റ്വെയർ ചെയ്യും. ഫിനാൻഷ്യൽസ് നിങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി ഫിനാൻഷ്യൽസ് ഒക്കെ എന്ത് ചെയ്തോളും, സോഫ്റ്റ്വെയർ തന്നെ ചെയ്തോളും. അപ്പൊ പക്ഷെ റെക്കോർഡിങ് ചെയ്യുന്നത് എന്തായിരിക്കണം, നമ്മൾ മാനുവലായിട്ട് പക്കായിട്ട് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റൂൾ അറിഞ്ഞിരിക്കല് നിർബന്ധമാണ്. എല്ലാവരും ഈ റൂള് തറവായി പഠിച്ചതിന് ശേഷം മാത്രം, നിങ്ങളിത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ ഈ റൂള് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ബൈഹാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് ഇങ്ങനെ കൺഫ്യൂഷൻസ് വന്നുകൊണ്ടിരിക്കും. ഇത് തറവായതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഫർദർ ക്ലാസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിന് മുന്നേ അത് പഠിച്ചതിന് ശേഷം, എല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കംഫർട്ടബിൾ ആയിരിക്കില്ല. ഓക്കെ, റൈറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇനി നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡിങ്ങിലോട്ട് പോവുകയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഏത് ട്രാൻസാക്ഷൻ എന്തുണ്ടാവും, രണ്ട് എഫക്റ്റ് ഉണ്ടാവും. ഏത് ട്രാൻസാക്ഷൻ നടക്കട്ടെ, ഈ ട്രാൻസാക്ഷന് രണ്ട് അക്കൗണ്ടിനെ അത് ബാധിക്കും. ഓക്കെ, ഏതെങ്കിലും രണ്ട് അക്കൗണ്ടിനെ അത് ബാധിക്കും, ഒരു അക്കൗണ്ടിനെ മാത്രം ബാധിക്കില്ല. രണ്ട് അക്കൗണ്ടിനെ എപ്പോഴും എന്തുണ്ടായിരിക്കും, ബാധിക്കും. ഓക്കെ, അതിൽ ഒരു എലമെന്റ് എന്തായിരിക്കും, ഡെബിറ്റും മറ്റേ എലമെന്റ് എന്തായിരിക്കും, ക്രെഡിറ്റും ആയിരിക്കും. ഓക്കെ, ഇനി ജേണൽ, ഓക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഇനീഷ്യൽ മുതൽ ട്രാൻസാക്ഷൻസ് എഴുതും. നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ എഴുതി നോക്കുക. സെയിം ഫോർമാറ്റിൽ നിങ്ങളും ഒന്ന് റഫായിട്ട് എഴുതി നോക്കുക, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഓക്കെ, റൈറ്റ്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. അരുൺ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ഓഫ് ₹6 lakh ഇൻ ബാങ്ക്. അരുൺ എന്ന് പറയുന്ന ഒരാള് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. എങ്ങനെ, ബാങ്കിലോട്ട് ₹6 lakh ഇട്ടിട്ട്. അരുൺ എന്ന് പറയുന്ന ഒരാള് ഒരു ബിസിനസ്സിലോട്ട് ₹6 lakh ബാങ്കിലോട്ട് ഇട്ടിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ അവിടെ ഒരു ട്രാൻസാക്ഷൻ നടന്നു അല്ലെ. ഈ ട്രാൻസാക്ഷനെ രണ്ട് അക്കൗണ്ടിനെ ബാധിക്കുന്നുണ്ട്.
ഓക്കെ, ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ 2 അക്കൗണ്ടിനെ അത് ബാധിക്കുന്നുണ്ട് മിനിമം. ഏതൊക്കെ അക്കൗണ്ടിനായിരിക്കും ബാധിക്കുന്നുണ്ടാവുക? ഒന്നാമത്തെ അക്കൗണ്ട് പറയുന്നത് അരുണിന്റെ ക്യാപിറ്റൽ ഇല്ലേ, അരുണിന്റെ ക്യാപിറ്റൽ അതിനെ ബാധിക്കും. പിന്നെ ഒന്ന് എന്ത് ബാധിക്കും? നമ്മളെ ബാങ്കിന്റെ ബാലൻസിനെയും ബാധിക്കും ഇല്ലേ. ഏതൊക്കെ 2 അക്കൗണ്ടിനെ ബാധിക്കാം? ഒന്ന് അരുണിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്ന അക്കൗണ്ടിനെയും ബാധിക്കും, പിന്നെ ഒന്ന് എന്തിനെ ബാധിക്കും? ബാങ്കിനെയും ബാധിക്കും. അപ്പൊ 2 എഫക്റ്റ്, ഒന്ന് ബാങ്കും ഒന്ന് അരുൺസ് ക്യാപിറ്റൽ എന്ന് പറയും. നമ്മൾ ക്യാപിറ്റലിനെ ബാധിക്കും. ഓക്കെ, അത് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? പാർട്ട്ണറുടെ പേര് കൊടുക്കുക. ഓക്കെ, നമുക്കിപ്പോ 10 പാർട്ണർ ഉണ്ടെന്നുണ്ടെങ്കിൽ 10 ആളെ പേരിലും വേറെ വേറെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. അല്ലാണ്ട് നമ്മളെല്ലാം ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഒറ്റ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ 2 അക്കൗണ്ടിനെ ബാധിക്കുന്നത് മനസ്സിലാക്കി, ബാങ്കിനെയും അതേപോലെ തന്നെ അരുൺസ് ക്യാപിറ്റലിനെയും. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 അക്കൗണ്ട് നമുക്ക് മനസ്സിലായി. ഇനി ആ അക്കൗണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള എലമെന്റ്സ് ഓഫ് അക്കൗണ്ടിങ്ങില് ആലീസിൽ ഏതാണ് വരിക? ബാങ്ക് എന്ന് പറയുന്നത് അസറ്റ് ആണോ, ലാബിലിറ്റി ആണോ, ഇൻകം ആണോ, ക്യാപിറ്റൽ ആണോ, എക്സ്പെൻഡിച്ചർ ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ബാങ്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണ്? അസറ്റ് ആണ് അല്ലെ. ദെൻ അരുൺസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ച് എന്താണ്? അരുൺസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, സോറി, നമ്മുടെ സ്ലൈഡിൽ ചെറിയൊരു മിസ്റ്റേക്ക്, ഇവിടെ എന്താണ്? ക്യാപിറ്റൽ ആണ്. ഓക്കെ, അരുൺസ് ക്യാപിറ്റൽ എന്ന് ഇവിടെ ലാബിലിറ്റി അല്ല, ഇവിടെ എന്താണ്? ക്യാപിറ്റൽ ആണ്. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ ആണ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ക്യാപിറ്റൽ എന്ന് എഴുതുക. ഓക്കെ, അരുൺസ് ക്യാപിറ്റൽ എന്താണ്? എലമെന്റിൽ ഏതാ വരിക? ക്യാപിറ്റൽ ആണ്. ഇനി ബാങ്കില്, ഓക്കെ, ബാങ്കിന്റെ ബാലൻസ് കൂടുകയാണോ കുറയുകയാണോ? ബാങ്ക് കൂടുകയാണ് ചെയ്യുക അല്ലെ. പൈസ ബാങ്കിലോട്ട് ഇടുമ്പോ ബാങ്കിൽ എന്ത് ചെയ്യും? കൂടും. ദെൻ ക്യാപിറ്റൽ എന്ന് പറയുന്നതോ, ഇയാള് പൈസ കൊണ്ടുവരുമ്പോ ഇയാളെ ക്യാപിറ്റലും കൂടുതലേ ചെയ്യാം. യെസ്, അവിടെ എന്ത് ചേഞ്ചാ ഉണ്ടാവുന്നതെന്ന് നോക്കുക. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് ഏത് അക്കൗണ്ടിനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആലീസിൽ ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. മൂന്നാമത് എന്ന് പറയുന്നത് അവിടെ എന്ത് ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ഇവിടെ നോക്കൂ, അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അസറ്റ് നമ്മൾ പഠിച്ച റൂള് പ്രകാരം അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ആണെന്ത്? ക്യാപിറ്റൽ ഇവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ക്രെഡിറ്റ് ചെയ്യും. ദെൻ ഡെബിറ്റ് ചെയ്യേണ്ടത് ബാങ്ക്, ദെൻ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്താണ്? അരുൺസ് ക്യാപിറ്റൽ. ഓക്കെ, ദെൻ ഇപ്പൊ നമുക്ക് മനസ്സിലായി നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് ബാങ്കിനെയാണ്, ക്രെഡിറ്റ് ചെയ്യേണ്ടത് അരുൺസ് ക്യാപിറ്റലിനെയാണ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ എങ്ങനെ ജേർണൽ എൻട്രി എഴുതും എന്നുള്ളത് നോക്കണം. ഓക്കെ, ദെൻ എങ്ങനെയാണ് ജേർണൽ എൻട്രി എഴുതുക? ഇതാണ് ജേർണൽ എൻട്രി എഴുതാനുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഡേറ്റ് എഴുതണം. ഫോർ എക്സാമ്പിൾ ട്രാൻസാക്ഷൻ എന്താണോ നടക്കുന്നത് ആ ഡേറ്റ് കൊടുക്കണം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് ഡെബിറ്റ് അക്കൗണ്ട്, ഏത് അക്കൗണ്ടിനെയാണോ ഡെബിറ്റ് ചെയ്യേണ്ടത് ആ അക്കൗണ്ടിന്റെ പേര് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ്? ബാങ്ക്. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് DR എന്നുള്ളതിന് ഫുള്ള് ഡോക്ടർ എന്നല്ല, ഡെറ്റർ, കൊമേഴ്സിൽ ഡെറ്റർ, DR ഡെറ്റർ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ദെൻ ക്രെഡിറ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ്. ആദ്യം ഡെബിറ്റ് അക്കൗണ്ട് ഏതാണോ അതാണ് എഴുതേണ്ടത്. രണ്ടാമതാണ് നമ്മൾ എന്ത് എഴുതുക? ക്രെഡിറ്റ് എലമെന്റ് എഴുതുക. ഓക്കെ, രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് എലമെന്റ് എഴുതും. ക്രെഡിറ്റ് എഴുതുമ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്പേസ് കൊടുക്കണം. സ്പേസ് കൊടുത്തതിന് ശേഷം ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു സ്പേസിന് ശേഷം ടു എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മൾ ക്രെഡിറ്റ് അക്കൗണ്ട് എഴുതും. സോ ക്രെഡിറ്റ് ഏതാണ്? അരുൺസ് ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ടു അരുൺസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ക്രെഡിറ്റിന് നമ്മൾ CR എന്ന് കൊടുക്കണം? വേണ്ട, നമ്മൾ ടു എന്ന് കൊടുത്താൽ തന്നെ അവിടെ മീനിങ് എന്തായി? ക്രെഡിറ്റ് ചെയ്യാന്നുള്ള മീനിങ് ആയി.
ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റിന്റെ കോളത്തിൽ എത്രയാണോ എമൗണ്ട് എന്നുള്ളത് ഡെബിറ്റിന്റെ കോളത്തിൽ തന്നെ എഴുതണം. ക്രെഡിറ്റ് ചെയ്യേണ്ടത് എത്രയാണോ എമൗണ്ട് അത് നമ്മൾ ക്രെഡിറ്റിന്റെ കോളത്തിലും എഴുതണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതുക. ഓക്കെ, അപ്പൊ ഞാൻ 5 സ്റ്റെപ്പ് പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് കൂടെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജേണൽ എൻട്രി തെറ്റില്ല. ഓക്കെ, ഈ സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജേണൽ എൻട്രീസ് ഒന്നും തെറ്റിപ്പോവില്ല. ഫസ്റ്റ് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടിനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ എന്താണ്, അരുൺ ബിസിനസ്സിലോട്ട് 6 lakh rupees ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഏത് 2 അക്കൗണ്ടിനെയാണ് എഫക്ട് ചെയ്യുന്നത്? ഒന്ന് ബാങ്കിന്റെ ബാലൻസിനെ ബാധിക്കും, അയാളെ ക്യാപിറ്റലിന്റെ ബാലൻസിനെയും ബാധിക്കും. അപ്പൊ ബാധിക്കുന്ന 2 അക്കൗണ്ടുകൾ മനസ്സിലായി. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓവർ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 2 അക്കൗണ്ടുകൾ ആനലിസിൽ ഏതാ വരിക എന്നുള്ളത്, ഏത് അക്കൗണ്ടിങ് എലമെന്റ് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അപ്പോ ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണ്. അരുൺസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. ഓക്കെ, എന്ത് ചേഞ്ച് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ബാങ്കിന്റെ ബാലൻസ് കൂടുകയാണോ കുറയാണോ? കൂടുക. ക്യാപിറ്റൽ എന്ന് പറയുന്ന അരുൺസ് ക്യാപിറ്റൽ എന്താ ചെയ്യുന്നത്? കൂടുകയാണ്. ഓക്കെ, അസറ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ദെൻ ക്യാപിറ്റൽ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ദെൻ നമുക്ക് ഏതാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് ഏതാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് മനസ്സിലായി. ഇനി നമ്മൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ ആദ്യം ഡേറ്റ് എഴുതുന്നു. ദെൻ പെർട്ടിക്കുലർ കോളത്തിൽ ആദ്യം നമ്മൾ ഡെബിറ്റ് എലമെന്റ് എന്താണെന്ന് എഴുതാം. എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എന്ന് കൊടുക്കണം, DR. ദെൻ ക്രെഡിറ്റ് എലമെന്റ് എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞ സ്പേസ് വിട്ടിട്ട് 2 എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം. 2 എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? അരുൺസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ ക്രെഡിറ്റ് എലമെന്റ് എഴുതി എമൗണ്ട് കോളത്തിൽ ക്ലിയർ ആയിട്ട് ഡെബിറ്റ് ഏതാണ് അക്കൗണ്ടിന് നേരായിട്ട് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് ഡെബിറ്റ് കോളത്തിൽ എഴുതുക, ക്രെഡിറ്റിന്റെ കോളത്തിൽ ക്രെഡിറ്റ് എമൗണ്ട് എഴുതുക. ക്ലിയർ? ഹോപ്പ് യു ഓൾ ആർ ക്ലിയർ. ദെൻ നമ്മൾ എന്തും കൂടെ കൊടുക്കണം? ഒരു നരേഷനും കൂടെ കൊടുക്കണം. ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ ഒരു നരേഷനും കൂടെ ആഡ് ചെയ്യണം. നരേഷൻ എങ്ങനെ ആഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഇതേ കോളത്തിൽ ഒരു ബ്രാക്കറ്റ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താണ് ഈ ട്രാൻസാക്ഷൻ എന്നുള്ളത് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഫ്യൂച്ചർ റെഫറൻസിനും വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്? നരേഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കും. അരുൺ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ 6 lakh. ജസ്റ്റ് ഒന്ന് നമ്മുടെ റെഫറൻസിന് നമ്മൾ എഴുതി വെക്കില്ല, ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, ഇനിയിപ്പോ ചെക്ക് ആണെന്നുണ്ടെങ്കിൽ ചെക്ക് നമ്പർ കാര്യങ്ങൾ എന്താണോ നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യം വരിക ആ ഡീറ്റെയിൽസ് പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാവാനും വേണ്ടിയിട്ട് ആ ഡീറ്റെയിൽസും കൂടെ മെൻഷൻ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതേണ്ടത്. ഹോപ്പ് യു ആർ ക്ലിയർ. ഇനി നമ്മൾ ഫർദർ കുറച്ചും കൂടെ ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ റൈറ്റ്. സോ നിങ്ങൾ എഴുതിയിട്ടുള്ളത് ഞാൻ കറക്ഷൻസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ എഴുതി വെക്കുക. ഓക്കെ, ജസ്റ്റ് ഇവിടെ ക്യാപിറ്റൽ എന്ന് കൊടുക്കുക. ദെൻ ഇവിടെ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. നമ്മൾ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്തിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്തതുള്ളൂ, മെത്തേഡ് ക്രിയേറ്റ് ആക്കിയതുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ലെറ്റ്സ് ഡു ദി സെക്കൻഡ് വൺ. അപ്പോൾ നമ്മൾ പറഞ്ഞത് അരുൺ 6 lakh വെച്ചിട്ട് ബാങ്കിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് ആണ് പറയുന്നത് അരുൺ കോൺട്രിബ്യൂട്ടഡ് ബിൽഡിംഗ് ഓഫ് ₹2 lakh. അരുൺ 2 lakhന്റെ ഒരു ബിൽഡിംഗും കൂടെ ബിസിനസ്സിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു. ജസ്റ്റ് മനസ്സിലാക്കുക, ആലോചിക്കുക, ട്രാൻസാക്ഷൻ നന്നായിട്ട് മനസ്സിലാലോചിക്കുക. അരുൺ 2 lakhന്റെ ഒരു ബിൽഡിംഗും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ ഏത് 2 അക്കൗണ്ടിനാണ് എഫക്ട് ചെയ്യുക? ഒന്ന് ബിൽഡിംഗ് ബിസിനസ്സിലോട്ട് വരികയാണ് അല്ലെ. അപ്പൊ ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിനെ എഫക്ട് ചെയ്യും. അതേപോലെ തന്നെ ഇയാള് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാഷ് ആയിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടോ, ബാങ്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല, അയാൾക്ക് എന്താണോ കൊണ്ടുവരാൻ പറ്റുന്നത് അത് ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവരാം. അപ്പൊ ഇയാൾ എന്ത് എഫക്ട് ചെയ്യുന്നുണ്ട്? അരുൺസ് ക്യാപിറ്റലിനും കൂടെ എഫക്ട് ചെയ്യും. റൈറ്റ്? ഒന്ന് ബിൽഡിങ്ങിൽ മാറ്റം വരും, ബിൽഡിങ്ങിന്റെ വാല്യൂവിൽ മാറ്റം വരും, ഇയാളെ ക്യാപിറ്റലിന്റെ വാല്യൂവിലും മാറ്റം വരും. അപ്പൊ ബിൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണ്. ഓക്കെ, അരുൺസ് ക്യാപിറ്റൽ എന്ന് പറയുന്നതോ ക്യാപിറ്റൽ ആണ്. ഓക്കെ, ഇവിടെ അഗെയിൻ തെറ്റിപ്പോയി, സോറി. ഇവിടെ എന്ത് എഴുതണം? ക്യാപിറ്റൽ എന്ന് കൊടുക്കണം. ബിൽഡിംഗ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. ദെൻ അരുൺസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. ഇനി
എന്ത് ചേഞ്ച് ആണ് ഉണ്ടായത്? ബിൽഡിങ്ങിന് എന്ത് ചേഞ്ച് ഉണ്ടായി? ബിൽഡിംഗ് കൂടുകയാണോ കുറയാണോ? ബിസിനസിനെ സംബന്ധിച്ച് ബിൽഡിംഗ് പുതിയതായിട്ട് വരികയാണ്. അപ്പൊ ബിസിനസിനെ സംബന്ധിച്ച് ബിൽഡിംഗ് എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഇൻക്രീസ് ആണ്. ഇനി അരുൺസ് ക്യാപിറ്റലോ? അയാൾ വീണ്ടും പൈസ ബിൽഡിംഗ് ബിസിനസിനോട് കൊണ്ടുവരുമ്പോൾ അയാളെ ക്യാപിറ്റൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇൻക്രീസ്. അപ്പൊ എന്താണ് ചേഞ്ച് എന്നുള്ളത് നോക്കി. ഇനി അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റൂൾ പ്രകാരം ഡെബിറ്റ് ചെയ്യും. ദെൻ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ബിൽഡിംഗ് ആണ്. ഓക്കെ, ദെൻ എന്താണ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്? അരുൺസ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, ഡെബിറ്റ് ചെയ്യേണ്ടത് ബിൽഡിംഗ്, ദെൻ ക്രെഡിറ്റ് ചെയ്യേണ്ടത് അരുൺസ് ക്യാപിറ്റൽ. ഓക്കെ, റൈറ്റ്. ദെൻ അപ്പൊ നമ്മൾ ജേർണൽ എൻട്രി ഇടണം. ആദ്യം ഡേറ്റ് കൊടുക്കുക. ദെൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് എഴുതണം. ഏതാ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട്? ബിൽഡിങ്ങിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റ് എത്ര എമൗണ്ട് എന്നുള്ളത് ഡെബിറ്റ് കോളത്തിൽ എഴുതി 2 lakh. ഇനി ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്താണ്? അരുൺസ് ക്യാപിറ്റൽ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്പേസ് വിട്ടിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത് 2 എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം. എന്നാണ് ചെയ്യേണ്ടത്? അരുൺസ് ക്യാപിറ്റൽ അക്കൗണ്ട് 2 lakh. ദെൻ നമുക്ക് നരേഷനും കൂടെ എഴുതാം. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ടാസ്ക് ആണ്. ഓക്കെ, ഇനീഷ്യലി ഇപ്പൊ നോൺ കൊമേഴ്സ് സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. എഴുതി തുടങ്ങാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് തുടങ്ങി കുറച്ചൊന്ന് പ്രാക്ടീസ് ആയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ മെത്തേഡ് കൂടെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഏതും ചെയ്യാൻ പറ്റും. ഓക്കെ, ഹോപ്പ് യു ആർ ക്ലിയർ. ഈ ട്രാൻസാക്ഷനും കൂടെ നോട്ടിൽ എഴുതുക. നെക്സ്റ്റ്, ഇനി ബിസിനസ്സിലെ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ആണ് പർച്ചേസ്ഡ് ഫർണിച്ചർ ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. ഇവിടെ എന്ത് ചെയ്തു? ഫർണിച്ചർ പർച്ചേസ് ചെയ്തു, എന്നിട്ട് അതിന്റെ എമൗണ്ട് എന്ത് ചെയ്തു? പെയ്ഡ് ബൈ ചെക്ക്. ചെക്കിലൂടെ പേയ്മെന്റ് ചെയ്തു. ദാറ്റ് മീൻസ് ബാങ്ക് ചെക്ക് എഴുതി കൊടുക്കില്ല നമ്മള്, അതേപോലെ ചെക്ക് കൊടുത്തു ഫർണിച്ചർ ഷോപ്പിൽ. എത്ര രൂപയുടെ? 10,000 rupees. അതോടുകൂടി എവിടൊക്കെയാണ് ബാഡ് എഫക്റ്റ് വരിക? ഒന്ന്, ബിസിനസ്സിന് നമുക്ക് എല്ലാം ഇപ്പൊ സ്റ്റേബിൾ ആണ്. ഈ ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്നതോടുകൂടി ഏതിനൊക്കെ എഫക്റ്റ് വരും? ഒന്ന്, ഫർണിച്ചറിൽ എഫക്റ്റ് വരും അല്ലെ? ദെൻ രണ്ടാമത് എന്തിന്റെ എഫക്റ്റ് വരും? ചെക്കാണ് കൊടുത്തിട്ടുള്ളത്, ക്യാഷ് കൊടുത്തിട്ടില്ല, ചെക്കാണ് കൊടുക്കുന്നത്. അപ്പം ഏതിലാണ് ബാലൻസ് കുറയാ? എഫക്റ്റ് വരിക ബാങ്കിന്റെ ബാലൻസിൽ എഫക്റ്റ് വരും. അപ്പൊ രണ്ട് അക്കൗണ്ടിനെ ബാധിക്കുന്നത്, ഒന്ന് ഫർണിച്ചറിനെ ബാധിക്കും, ഒന്ന് ബാങ്കിനെ ബാധിക്കും. ഓക്കെ, രണ്ട് ബാധിക്കുന്ന അക്കൗണ്ടുകൾ കിട്ടി. രണ്ടാമത് എന്താണ്? ഏതാണ്? ഫർണിച്ചർ എന്ന് പറയുന്നത് ആലീസിൽ ഏതാണ്? ഫർണിച്ചർ ഓഫ് കോഴ്സ് അസറ്റ് ആണ്. ബാങ്ക് എന്ന് പറയുന്നതോ ഓഫ് കോഴ്സ് അസറ്റ് ആണ്. അപ്പോ രണ്ടും അസറ്റ് ആണ്. ഇനി ഫർണിച്ചറിൽ എന്ത് ചേഞ്ചാ വരുന്നത്? ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ കൂടുകയാണോ കുറയാണോ ചെയ്യാം? കൂടുകയാണ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യും. ദെൻ ബാങ്കിൽ നിന്ന് നമ്മൾ ചെക്ക് കൊടുത്തു, വേറൊരു ബാങ്കൊക്കെയല്ല ചെക്ക് കൊടുത്തത്, നമ്മൾ ബാങ്കിന് ചെക്ക് മറ്റൊരാൾക്ക് കൊടുത്തു, അയാൾ സബ്മിറ്റ് ചെയ്യുന്നതോട് കൂടി ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യും? ബാലൻസ് കുറയും. ഓക്കെ, ഇതിനെന്താ ചേഞ്ച്? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ദെൻ അസറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ഡെബിറ്റ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് കിട്ടി, ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളതും കിട്ടി. ഡെബിറ്റ് ചെയ്യേണ്ടത് ഫർണിച്ചർ, ക്രെഡിറ്റ് ചെയ്യേണ്ടത് ബാങ്ക്. സോ എൻട്രി എഴുതുമ്പം ആദ്യം നമ്മൾ എന്ത് എഴുതും? ഡെബിറ്റ് ചെയ്യേണ്ടത് എഴുതും. എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ. ദെൻ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്താണ്? ബാങ്ക്. അപ്പോ സ്പേസ് ടു ബാങ്ക് അക്കൗണ്ട് 10,000 എമൗണ്ട് എഴുതി. ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇതേ മെത്തേഡിലൂടെ തന്നെ ചെയ്തു പോവാം. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളവരാണെങ്കിലും ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുന്നുണ്ടോ? അപ്പൊ പിന്നീടുള്ള കൺഫ്യൂഷൻസ്, നമ്മൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എൻട്രീസ് ഒക്കെ എഴുതുമ്പോൾ നമുക്ക് ഇത് പ്രകാരം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ്ഡ് മിഷനറി ഫ്രം രാഹുൽ ₹50,000. ഇയാൾ എന്ത് ചെയ്തു? മിഷനറി പർച്ചേസ് ചെയ്തു. ആരുടെ അടുത്തുനിന്ന്? രാഹുലിന്റെ അടുത്തുനിന്ന്. എത്ര രൂപയുടെ മിഷനറി? 50,000 rupeesന്റെ മിഷനറി പർച്ചേസ് ചെയ്തു. ഇവിടെ ക്യാഷ് കൊടുത്തു എന്ന് പറയുന്നുണ്ടോ? ക്യാഷ് കൊടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല. അതിനർത്ഥം എന്താണ്? ഇത് ക്രെഡിറ്റിനാണ് മിഷനറി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തിട്ടുള്ള മിഷനറിയാണ്. പൈസ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ക്യാഷ് പോയിട്ടുണ്ട്. ഇവിടെ ക്യാഷ് പോയതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ക്യാഷിൽ കൊടുത്തുന്നോ ബാങ്കിൽ നിന്ന് കൊടുത്തുന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനർത്ഥം എന്താണ്? നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റിനാണ്.
അപ്പോൾ ഇവിടെ രണ്ട് അക്കൗണ്ടിനെ ബാധിക്കും ബിസിനസിനെ സംബന്ധിച്ച്. ഏതാണ്? ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് മിഷനറി, ബിസിനസിന് മിഷനറി കൂടില്ലേ പർച്ചേസ് ചെയ്യുമ്പോൾ, മിഷനറിനെ ബാധിക്കും. രണ്ടാമത്തതാണ് എന്ത്? രാഹുൽസ് അക്കൗണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കാനായിണ് അല്ലെ, രാഹുൽസ് അക്കൗണ്ട്, ഒരാൾക്ക് പൈസ കൊടുക്കാനായി, രാഹുലിന് പൈസ കൊടുക്കാനായില്ലേ, അപ്പൊ രണ്ട് അക്കൗണ്ടിനെ ബാധിക്കും. ഒന്ന് മിഷനറി അക്കൗണ്ടിന്, പിന്നെ ഒന്ന് രാഹുൽസ് അക്കൗണ്ട്. ഇനി മിഷനറി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണ്? ഓഫ് കോഴ്സ് അസറ്റ് ആണ്. രാഹുൽ എന്ന് പറയുന്നതോ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളാണ് അല്ലെ. നമ്മൾ മിഷനറി വാങ്ങുമ്പോൾ അയാൾക്ക് പൈസ കൊടുക്കണ്ടേ, നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളാണ് ആര്? രാഹുൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ രാഹുൽ എന്ന് പറയുന്നത് അസറ്റ് ആണോ ലാബിലിറ്റി ആണോ? കൊടുക്കാനുള്ള ആളാണ് നമ്മൾ ബിസിനസ്സിന്. നമ്മളെ സംബന്ധിച്ച് ഒരു ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ആണ്, ലാബിലിറ്റി ആണ്. ഓക്കെ. ഇനി എന്ത് ചേഞ്ച് ആണ് വരുന്നത്? മിഷനറി കൂടുകയാണോ കുറയാണോ? നമ്മുടെ ലാബിലിറ്റി, അയാൾക്ക് കൊടുക്കാനുള്ള പൈസ, നമ്മുടെ ലാബിലിറ്റി കൂടുകയാണോ കുറയാണോ? കൂടുകയാണ്. ഓക്കെ. ദെൻ അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഡെബിറ്റ് ചെയ്യും. ദെൻ ലാബിലിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ഏതാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? മിഷനറി. ഏതാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? രാഹുൽ. ഓക്കെ. അപ്പൊ ജേർണൽ എൻട്രി നമ്മൾ എങ്ങനെ എഴുതും? മിഷനറി അക്കൗണ്ട് ഡെറ്റർ, ക്രെഡിറ്റ് ചെയ്യേണ്ടത് സ്പേസ് ടു രാഹുൽ അക്കൗണ്ട്. ക്ലിയർ? ഹോപ്പ് യു ഓൾ ആർ ക്ലിയർ. നമ്മളിപ്പോ പർച്ചേസ്, ഇപ്പോ ഇങ്ങനെ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഒരു ഡൗട്ട് വരിക. നമ്മൾ ക്യാഷിന് കൊടുക്കാണ്ട് ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുമ്പോൾ അയാളെ പേര് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെ പേര് കൊടുക്കാം. ഇനി അയാളെ പേരൊന്നും പറഞ്ഞിട്ടില്ല, നമ്മളെ ക്വസ്റ്റ്യൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സൺട്രി ക്രെഡിറ്റർ എന്ന് കൊടുക്കാം. സോറി, സൺട്രി ക്രെഡിറ്റർ എന്ന് കൊടുക്കാം. ക്ലിയർ? ഓക്കെ. പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൊതുവായിട്ട് ഒരു അക്കൗണ്ട് കൊടുക്കാം. സൺട്രി ക്രെഡിറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് കൊടുക്കാം. ക്ലിയർ? അതേപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കസ്റ്റമറെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ പേര് കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ആ സൺട്രി ഡെറ്റർ എന്നും കൊടുക്കാം. ഈ സൺട്രി ഡെറ്ററും ക്രെഡിറ്ററും ഒരിക്കലും മാറിപ്പോകരുത്. ഓക്കെ. നെക്സ്റ്റ് ട്രാൻസാക്ഷനിലേക്ക് പോകാം. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ മേക്കിംഗ് പേയ്മെന്റ് ത്രൂ ബാങ്ക്. ഗുഡ്സ് പർച്ചേസ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്, ബാങ്കിൽ നിന്ന് പേയ്മെന്റും ചെയ്തു. അങ്ങനെയാണെങ്കിൽ രണ്ട് അക്കൗണ്ടിനെ ബാധിക്കുന്നത് എന്തൊക്കെയാണ്? ഒന്ന് പർച്ചേസ് ചെയ്തു അല്ലെ, അപ്പൊ എന്താണ്? പർച്ചേസസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, നേരത്തെ മിഷനറി പർച്ചേസ് ചെയ്തപ്പോ നമ്മൾ മിഷനറി കൊടുത്തു, ബിൽഡിംഗ് പർച്ചേസ് ബിൽഡിംഗ് ഒന്ന് കൊടുത്തു. ദെൻ അപ്പൊ ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുക? പർച്ചേസസ് കൊടുക്കുക. ബിസിനസ്സിന് ഗൂഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? പർച്ചേസസ് എന്നാണ് കൊടുക്കുക. ഓക്കെ. അപ്പോ രണ്ട് അക്കൗണ്ടിനെ ബാധിക്കുന്നത് ഒന്ന് നമ്മൾ പർച്ചേസസും, പിന്നെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്കിൽ നിന്ന് ക്യാഷ് കൊടുക്കുമ്പോൾ ബാങ്കിന്റെ ബാലൻസിനെയും ബാധിക്കുന്നുണ്ട്. ഇനി പർച്ചേസസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണ്? എക്സ്പെൻസ് ആണ് അല്ലെ. പർച്ചേസ്, ഗുഡ്സ് പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണ്? എക്സ്പെൻസ് ആണ്. ബാങ്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണ്? അസറ്റ് ആണ്. ഓക്കെ. എക്സ്പെൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ എക്സ്പെൻസ് എന്താ ചെയ്യുന്നത്? കൂടുകയാണോ കുറയാണോ? കൂടുക. ദെൻ ബാങ്കിൽ നിന്ന് നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ ബാങ്കിന്റെ ബാലൻസ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ. അപ്പൊ എന്താണ് ചേഞ്ച് എന്നുള്ളത് കിട്ടി. ദെൻ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യും. അസറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യും, അസറ്റ് ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യും. അപ്പൊ ഏതാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? പർച്ചേസസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യേണ്ടത് ബാങ്ക്. അപ്പൊ ജേർണൽ എൻട്രി എന്തായിരിക്കും? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ. ഹോപ്പ് യു ഓൾ ആർ ഓക്കെ റൈറ്റ്. സോ പർച്ചേസസ് ഗുഡ്സ് ബൈ മേക്കിംഗ് പേയ്മെന്റ് ത്രൂ ബാങ്ക് ജേർണൽ എൻട്രി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ ഒരിക്കലും ക്ലാസ് കണ്ടുകൊണ്ട് മാത്രം ഇരിക്കരുത്, നിങ്ങളെ നോട്ടിൽ പ്രോപ്പർ ആയിട്ട് എഴുതി തന്നെ നോക്കണം. ക്ലാസ്സിന്റെ കൂടെ തന്നെ ജേർണൽ എൻട്രി പാസ് ചെയ്ത് നോക്കണം. ഓക്കെ. എന്നാൽ മാത്രമേ നമുക്കിത് എഫക്റ്റീവ് ആയിട്ട് കിട്ടുള്ളൂ. നെക്സ്റ്റ് ആണ് എന്ത്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രോം രാജേഷ്. എന്ത് ചെയ്തു? രാജേഷിന്റെ അടുത്ത് നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. പേയ്മെന്റ് ചെയ്തതിനെ കുറിച്ച് ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? രാജേഷിന് പൈസ കൊടുത്തിട്ടില്ല. ദാറ്റ്സ് ഇറ്റ്. രാജേഷിന് ഇനിയും പൈസ കൊടുക്കാൻ ഉണ്ട്.
അങ്ങനെ ആവുമ്പോൾ രണ്ട് അക്കൗണ്ടിനെ എന്താണ് ബാധിക്കുന്നത്? ഒന്ന് പർച്ചേസസ് ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏത് അക്കൗണ്ടിനെയാണ് ബാധിക്കുക? പർച്ചേസസ് അക്കൗണ്ടിനെയാണ് ബാധിക്കുക. ദെൻ പൈസ കൊടുക്കാത്തതുകൊണ്ട് എന്തുണ്ട്? രാജേഷിന് പൈസ കൊടുക്കാനായിട്ടുണ്ട് അല്ലെ, അവിടെ ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് എഫക്ട് ചെയ്യുന്നത് ഒന്ന് പർച്ചേസസ്, ദെൻ രണ്ടാമത്തത് രാജേഷ്. ദെൻ പർച്ചേസസ് എന്ന് പറയുന്നത് എന്താണ് എലമെന്റ്? എക്സ്പെൻസ് ആണ്. രാജേഷ് എന്ന് പറയുന്നതോ നമ്മൾ അയാളുടെ നിന്ന് പർച്ചേസ് ചെയ്തൊക്കെയാണ്, നമ്മൾ അയാൾക്ക് പൈസ കൊടുക്കാനാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്താണ്? ലാബിലിറ്റി ആണ്. ദെൻ പർച്ചേസ് ചെയ്യുമ്പോൾ എക്സ്പെൻസ് എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഇൻക്രീസ് ആണ്. ദെൻ രാജേഷിന്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ രാജേഷിന് പൈസ കൊടുക്കാനുള്ള ലാബിലിറ്റി കൂടുകയാണോ കുറയാണോ ചെയ്യുക? കൂടുകയാണ് ചെയ്യുക. ലാബിലിറ്റി കൂടുന്നു. ഓക്കെ. ദെൻ നെക്സ്റ്റ് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലോ ക്രെഡിറ്റ് ചെയ്യും. സിമ്പിൾ. അപ്പൊ ജേർണൽ എൻട്രി എന്ത് എഴുതും? പർച്ചേസസ്. എന്താ ഡെബിറ്റ് ചെയ്യേണ്ടത്? പർച്ചേസസ്. സോ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ. എന്താ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? രാജേഷ്. സോ ടു രാജേഷ് അക്കൗണ്ട്. ക്ലിയർ? ഹോപ്പ് യു ഓൾ ആർ ക്ലിയർ. റൈറ്റ്. നെക്സ്റ്റ് ആണ് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ₹20,000. ബിസിനസ്സിന് എന്ത് ചെയ്തു? ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്തു. ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്തു. അങ്ങനെ ആവുമ്പോ ഏതൊക്കെയാണ് ബാധിക്കുക? എന്തിനൊക്കെ ബാലൻസിനെയാണ് ബാധിക്കുക? ഒന്ന് ക്യാഷിന്റെ ബാലൻസിനെ ബാധിക്കും അല്ലെ, അതേപോലെ തന്നെ ബാങ്കിന്റെ ബാലൻസിനെയും ബാധിക്കും. ഓക്കെ, റൈറ്റ്. സ്മോൾ മിസ്റ്റേക്ക് ഈസ് ദർ. ഓക്കെ, റൈറ്റ്. സോ വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്. നമ്മൾ ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യാണ്? ക്യാഷ് വിഡ്രോ ചെയ്യാണ്. ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാണ്. നമ്മൾ ATM നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യില്ല, അതേപോലെ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാണ്. നമ്മൾ എന്തിനൊക്കെ ബാധിക്കും? ക്യാഷ് ബാലൻസിനും ബാധിക്കും, ബാങ്കിന്റെ ബാലൻസിനും ബാധിക്കും. ഒന്ന് ക്യാഷിനും ബാധിക്കും, ബാങ്കിനും ബാധിക്കും. ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണ്. ബാങ്ക് എന്ന് പറയുന്നതോ അതും അസറ്റ് തന്നെയാണ്. ക്യാഷിന്റെ ബാലൻസ് എന്താ ചെയ്യുക? നമ്മൾ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തുള്ള ക്യാഷിന്റെ ബാലൻസ് കൂടും. ഓക്കെ. ബാങ്കിന്റെ ബാലൻസോ? ബാങ്കിൽ നമ്മൾ വിഡ്രോ ചെയ്തില്ലേ, അപ്പൊ ബാങ്കിന്റെ ബാലൻസ് എന്ത് ചെയ്യും? കുറയും. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ക്യാഷ്. എന്താ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ബാങ്ക്. ഓക്കെ. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ക്ലിയർ? നെക്സ്റ്റ്, ഇനി നമ്മൾ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാണ്. അപ്പൊ എന്ത് ജേർണൽ എൻട്രി ഉണ്ട്? ഏതൊക്കെ അക്കൗണ്ടിനെ ബാധിക്കുക? നമ്മൾ ക്യാഷ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാഷിനെയും ബാധിക്കും, ബാങ്കിനെയും ബാധിക്കും. ഓക്കെ. ബാങ്ക് എന്താണ്? അസറ്റ് ആണ്. ക്യാഷ് എന്താണ്? അസറ്റ് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാണ്. അപ്പൊ ബാങ്കിന്റെ ബാലൻസ് എന്താ ചെയ്യുക? ഇൻക്രീസ് ചെയ്യും. നമ്മുടെ ക്യാഷ് ഉള്ള ക്യാഷിൽ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി വിടുന്നത്, അതോടുകൂടി നമ്മുടെ ക്യാഷിന്റെ ബാലൻസ് എന്ത് ചെയ്യും? കുറയും. അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക, അസറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ ഡെബിറ്റ് ചെയ്യേണ്ടത് ബാങ്കും ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷും. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻ എന്നുള്ളത് നന്നായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കുക. എന്നതിന് ശേഷം മാത്രം ജേർണൽ എൻട്രിക്ക് സ്റ്റാർട്ട് ചെയ്യുക. എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, റൈറ്റ്. ദെൻ ഒരു ജേർണൽ എൻട്രി നമ്മൾ കാണാപ്പാഠം പഠിക്കണ്ട. ഓക്കെ, കാണാപ്പാഠം ചുമ്മാ പഠിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ജസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? സോൾഡ് ഗുഡ്സ് ടു രമേശ്. എന്ത് ചെയ്തു? രമേശിന് ഗുഡ്സ് സെയിൽ ചെയ്തു. ഫോർ ക്യാഷ് അവിടെ പറയുന്നുണ്ട്. ഫോർ ക്യാഷ്, ക്യാഷിനാണ് സെയിൽ ചെയ്തത്. അപ്പൊ രമേശിന്റെ അടുത്ത് എന്ത് കിട്ടിയിട്ടുണ്ടാവും? ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എമൗണ്ട് എത്രയാണ്? 5,000. അപ്പൊ എന്തിനൊക്കെയാണ് അവിടെ ബാധിക്കുക? ഒന്ന് സെയിൽസിനെ ബാധിക്കും. രണ്ടാമത്തതോ ക്യാഷിന്റെ ബാലൻസും ബാധിക്കും. ഓക്കെ, അപ്പോ ഒന്ന് ക്യാഷിനെ ബാധിക്കും, ഒന്ന് സെയിൽസിനെ ബാധിക്കും. ക്യാഷ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണ്? അസറ്റ് ആണ്.
സെയിൽസ് എന്ന് പറയുന്നതോ നമ്മളെ സംബന്ധിച്ച് ആലീസിൽ ഏതാണ്? ഇൻകം ആണ്. ഓക്കെ, ക്യാഷ് അസറ്റ് ആണ്, സെയിൽസ് ഇൻകം ആണ്. ഇനി അസറ്റ് എന്താ ചെയ്യുന്നത്? ഇവിടെ ക്യാഷിന്റെ ബാലൻസ് സെയിൽ ചെയ്യുമ്പോൾ ക്യാഷിന്റെ ബാലൻസ് എന്താ ചെയ്യുക? സെയിൽ ചെയ്ത് ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷിന്റെ ബാലൻസ് കൂടും. ദെൻ സെയിൽ ചെയ്തിട്ട് സെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻകം എന്താ ചെയ്യുന്നത്? കൂടുകയാണ്. ഓക്കെ, അസറ്റ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഇൻകം ഇൻക്രീസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ എന്താ ഡെബിറ്റ് ചെയ്യേണ്ടത്? ക്യാഷ്. എന്താ ക്രെഡിറ്റ് ചെയ്യേണ്ടത്? സെയിൽസ്. ഓക്കെ, ഡെബിറ്റ് ചെയ്യേണ്ടത് ക്യാഷ്, ക്രെഡിറ്റ് ചെയ്യേണ്ടത് സെയിൽസ്. അപ്പൊ ജേർണൽ എൻട്രി എന്താ ചെയ്യുക? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ഓക്കെ, എല്ലാവരും എന്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നത് എല്ലാ ടൈപ്പ് ഓഫ് ജേർണൽ എൻട്രീസിന്റെയും ഓരോ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നത്. സെയിൽ തന്നെ, ക്യാഷ് സെയിൽ എങ്ങനെ, ക്രെഡിറ്റ് സെയിൽ എങ്ങനെ, അങ്ങനെ എല്ലാത്തിനും നമ്മൾ ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അറിയാണ്ട് തന്നെ എല്ലാ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസും ചെയ്യുന്നുണ്ട് നമ്മൾ. ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളത് നിങ്ങളുടെ വർക്ക് ബുക്കിൽ ഉണ്ട്. എന്നിട്ട് നിങ്ങൾക്കുള്ള ഡൗട്ട്സ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ്, സോൾഡ് ഗുഡ്സ് ടു ഗോബു ഓൺ ക്രെഡിറ്റ്. ഗോബുവിന് ഗുഡ്സ് സെയിൽ ചെയ്തു, പക്ഷെ ക്യാഷിനാണോ? അല്ല, ഓൺ ക്രെഡിറ്റ് എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എത്ര റുപ്പീസ്? 2,40,000. ദാറ്റ് മീൻസ് ഗുഡ്സ് ആർക്ക് സെയിൽ ചെയ്തു? ഗോബുവിന് സെയിൽ ചെയ്തു. അപ്പൊ ഏതിനൊക്കെയാണ് ബാധിക്കുക? ഒന്ന് സെയിൽസിനെ ബാധിക്കും, പിന്നെ ഒന്ന് ക്യാഷ് കിട്ടിയിട്ടുണ്ടോ? ക്യാഷ് കിട്ടിയിട്ടില്ല, ഗോബു എന്ന് പറയുന്ന അക്കൗണ്ടിനെയും ബാധിക്കും. ഇല്ലേ, പൈസ കിട്ടാനുള്ളതായിട്ടുണ്ട്. ഓക്കെ, സോ ഗോബു ആൻഡ് സെയിൽസ്. ഗോബു എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എന്താണ്? പൈസ തരാനുള്ള ആളാണ്, നമുക്ക് തരാനുള്ള ആളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അതെന്താണ്? അസറ്റ് ആണ്. ദെൻ സെയിൽസ് നമ്മൾ ഓഫ് കോഴ്സ് അതെന്താണ്? ഇൻകം ആണ്. അസറ്റ് എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നു. ഗോബു നമുക്ക് പൈസ തരണല്ലേ, കൂടുന്നു. ദെൻ സെയിൽ ചെയ്യുമ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക, ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ ഡെബിറ്റ് ചെയ്യേണ്ടത് ഗോബു, ദെൻ ക്രെഡിറ്റ് ചെയ്യേണ്ടത് സെയിൽസ്. ജേർണൽ എൻട്രി എന്ത് വരും? ഗോബു അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ക്ലിയർ? ഓക്കെ, നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക, എഴുതുക ഒരു തവണ. നെക്സ്റ്റ് ആണ് പെയ്ഡ് ഇലക്ട്രിസിറ്റി ചാർജസ് ₹500 ഫ്രം ബാങ്ക്. നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ KSEBിന്റെ ബില്ല് വന്നിട്ടുണ്ട്, അത് നമ്മൾ ബാങ്കിൽ നിന്ന് പേ ചെയ്യാണ്. അപ്പൊ ഇവിടെ എന്തിനൊക്കെയാണ് ബാധിക്കുന്നത്? രണ്ട് അക്കൗണ്ടിനെ ബാധിക്കുന്നുണ്ട്. ഒന്ന് ഇലക്ട്രിസിറ്റി ചാർജസ് എന്ന് പറയുന്ന എക്സ്പെൻസ് അല്ലെ, അതിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ബാങ്കിന്റെ ബാലൻസ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയും. ബാങ്കിന്റെ ബാലൻസിനെയും ബാധിക്കുന്നുണ്ട്. ബാങ്കിൽ നിന്ന് പൈസ KSEBിന്റെ ബില്ല് അടയ്ക്കുമ്പോൾ പൈസ ബാധിക്കില്ലേ? അപ്പൊ ഒന്ന് ഇലക്ട്രിസിറ്റി ചാർജസ്, ദെൻ ബാങ്ക്. ഇലക്ട്രിസിറ്റി ചാർജസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ആണ്. ബാങ്ക് എന്ന് പറയുന്നതോ നമ്മളെ സംബന്ധിച്ച് അസറ്റ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും. എക്സ്പെൻസ് എന്താ അവിടെ ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ചാർജസ് പേ ചെയ്യുന്നതോടുകൂടി എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യാണ്. ദെൻ അസറ്റോ? ബാങ്കിന്റെ ബാലൻസ് എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യാണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. സോ ജേർണൽ എൻട്രി എന്തായിരിക്കും? ഇലക്ട്രിസിറ്റി ചാർജസ് അക്കൗണ്ട് ഡെറ്റർ, ദെൻ ടു ബാങ്ക്. ക്ലിയർ? ദെൻ പെയ്ഡ് വേജസ് ടു എംപ്ലോയി ₹5,000 ബൈ ക്യാഷ്. നമ്മൾ എന്ത് ചെയ്തു? എംപ്ലോയീസിന്റെ വേജസ് 5,000 ക്യാഷിൽ പേ ചെയ്തു. അപ്പൊ നമ്മൾ രണ്ട് അക്കൗണ്ടിനെ എന്തൊക്കെയാണ് ബാധിക്കുക? ഒന്ന് വേജസ് എന്ന് പറയുന്നത് അല്ലെ, വേജസും പിന്നെ ഒന്ന് ക്യാഷിനെയും ബാധിക്കും. വേജസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്, ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. വേജസ് എന്താ ചെയ്യുന്നത്? പേ ചെയ്യുന്നതോടുകൂടി ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ക്യാഷിന്റെ ബാലൻസോ? പേ ചെയ്യുന്നതോടുകൂടി ക്യാഷിന്റെ ബാലൻസ് കുറയാണ് ചെയ്യുക. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. സോ ഡെബിറ്റ് ചെയ്യേണ്ടത് വേജസ്, ദെൻ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷ്. സോ ജേർണൽ എൻട്രി വിൽ ബി വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട്. ക്ലിയർ? നെക്സ്റ്റ് പെയ്ഡ് റെന്റ് ₹5,000 ബൈ ക്യാഷ്. വെരി ഈസി. നമ്മൾ എന്ത് ചെയ്തു? റെന്റ് ₹1,000 ബൈ ക്യാഷിൽ പേ ചെയ്തു. എഫക്ട് ചെയ്യുന്നത് ഒന്ന് റെന്റിനെയും പിന്നെ ഒന്ന് ക്യാഷിനെയും. റെന്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്, ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്.
ഓക്കെ, എക്സ്പെൻസ് ഇവിടെ റെന്റ് പേ ചെയ്യുന്നതോട് കൂടി എക്സ്പെൻസ് എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. നമ്മൾ പേ ചെയ്യുന്നതോട് കൂടി നമ്മുടെ ക്യാഷിന്റെ ബാലൻസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. അസറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. സോ ഡെബിറ്റ് ചെയ്യേണ്ടത് റെന്റ്, ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷ്. സോ റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഹോപ്പ് യു ആൾ ആർ ക്ലിയർ. കൂടെ ചെയ്താൽ മതി. എനി ഡൗട്ട് യു ക്യാൻ കണക്ട് മീ, നോ ഇഷ്യൂ. സോ ഫസ്റ്റ് നിങ്ങൾ ആ ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, എഫക്ട് ചെയ്യുന്ന അക്കൗണ്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ബാക്കിയുള്ളതൊന്നും പ്രശ്നമില്ല, നമുക്ക് കൂളായിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം ട്രാൻസാക്ഷൻ എന്താ മനസ്സിലാക്കുക, എഫക്ട് ചെയ്യുന്ന രണ്ട് അക്കൗണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പരിപാടി തീർന്നു. ഓക്കെ, നെക്സ്റ്റ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ഗോബു. ഗുഡ്സ് റിട്ടേൺഡ് ബൈ ഗോബു എന്ന് പറഞ്ഞാൽ എന്താ? ഗോബു ഗുഡ്സ് റിട്ടേൺ ചെയ്തു. അപ്പൊ അതെന്ത് റിട്ടേൺ ആയിരിക്കും? സെയിൽസ് റിട്ടേൺ ആയിരിക്കും അല്ലെ. റിട്ടേൺഡ് ബൈ ഗോബു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഗോബു ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അതെന്താണ്? സെയിൽസ് റിട്ടേൺ ആണ്. ഓക്കെ, റൈറ്റ്. പിന്നെ റിട്ടേൺ ചെയ്യുമ്പോ എന്തിനാണ് ഇത് ബാധിക്കുക? ഒന്ന് സെയിൽസ് റിട്ടേൺ, രണ്ടാമത്തതോ ഗോബു പിന്നെ നമുക്ക് അത്ര പൈസ തരുമോ? ഇല്ല. അപ്പൊ ഒന്ന് സെയിൽസ് റിട്ടേണും പിന്നെ ഒന്ന് ഗോബു എന്ന് പറഞ്ഞ അക്കൗണ്ടിന്. സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് സെയിൽസ് എന്താണ്? ഇൻകം ആണ്. അപ്പൊ സെയിൽസ് റിട്ടേൺ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി? ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈസി ആക്കാനും വേണ്ടിയിട്ട് പറഞ്ഞു തരാന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ലോജിക്കലി നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ലല്ലോ, സെയിൽസ് ഇൻകം ആവുമ്പോ സെയിൽസ് റിട്ടേൺ എക്സ്പെൻസ് അല്ലേ എന്നുള്ളത് ശരിയാണ്. ബട്ട് നമുക്ക് പെട്ടെന്ന് കത്താനും വേണ്ടിയിട്ട്, കൺഫ്യൂഷൻ ഒഴിവാക്കാനും വേണ്ടിയിട്ട് ഇപ്പൊ അങ്ങനെ ചെയ്യാം. ഓക്കെ, സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം. സോ സെയിൽസ് റിട്ടേൺ എന്താണ്? ഇൻകം. ഓക്കെ, സോ ഗോബു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്തായിരുന്നു? അസെറ്റ് ആയിരുന്നു. ആദ്യം പൈസ തരാനുള്ള ആളായിരുന്നില്ലേ? സോ സെയിൽസ് റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ ഇൻകം ഇൻക്രീസ് ചെയ്യാണോ ഡിക്രീസ് ചെയ്യാണോ? ഇൻകം ഡിക്രീസ് ചെയ്യും. ഓക്കെ, നമ്മൾ ഒരിക്കൽ ഗോബുവിന് ക്രെഡിറ്റിന് സാധനങ്ങൾ വിറ്റതാണ്. അയാൾ ആ സാധനം തിരിച്ചു തരുന്നതോട് കൂടി അയാൾ പിന്നീട് അത്ര പൈസ തരുമോ? ഇല്ല. അയാൾ തരാനുള്ള പൈസയെന്ന് കുറക്കില്ലേ? കുറക്കും. അപ്പൊ അതെന്താണ്? നമ്മുടെ അസറ്റ് എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഇൻകം ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇൻകം ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. അസറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടത് സെയിൽസ് റിട്ടേൺ, ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഗോബൂസ് അക്കൗണ്ട്. സോ our entry will be sales return account debtor to Gobu account. Clear? Okay, right. Then next, return goods to Rajesh. Return goods to Rajesh. രാജേഷിന് ഗുഡ്സ് റിട്ടേൺ ചെയ്തു. അപ്പൊ അതെന്ത് റിട്ടേൺ ആയിരിക്കും? പർച്ചേസ് റിട്ടേൺ ആയിരിക്കും അല്ലെ. നമ്മളൊരാൾക്ക് റിട്ടേൺ ചെയ്യപ്പോഴാണ് നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം അല്ലേ. അപ്പൊ അത് പർച്ചേസ് റിട്ടേൺ ആയിരിക്കും. ഓക്കെ, സോ റിട്ടേൺ ഗുഡ്സ് ടു രാജേഷ് ₹1000. സോ എന്തിനൊക്കെ ബാധിക്കും? ഒന്ന് പർച്ചേസ് റിട്ടേൺ, ദെൻ പിന്നെന്തുണ്ട്? രാജേഷിന് പിന്നെ അത്ര പൈസ കൊടുക്കാണ്ടാവോ? നമ്മൾ വാങ്ങിയ സാധനം നമ്മൾ റിട്ടേൺ ചെയ്തു, പിന്നീട് അത്ര പൈസ കൊടുക്കാണ്ടാവോ? ഇല്ല. അപ്പൊ ഒന്ന് ഗോബുവിൽ വരും. ഗോബുവിന്റെ ബാലൻസ് നമ്മൾ കൊടുക്കാനുള്ള പൈസ എന്ത് ചെയ്യും? കുറയും. ദെൻ പർച്ചേസ് റിട്ടേൺ. പർച്ചേസസ് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? എക്സ്പെൻസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ പർച്ചേസ് റിട്ടേൺ എന്താണ്? എക്സ്പെൻസ് ആണ്. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. പർച്ചേസസ് എക്സ്പെൻസ് ആവുമ്പോൾ പർച്ചേസ് റിട്ടേണും എക്സ്പെൻസ്. സെയിൽസ് ഇൻകം ആവുമ്പോൾ സെയിൽസ് റിട്ടേണും ഇൻകം. പക്ഷെ എഫക്ട് ചേഞ്ച് ആയിരിക്കും. പർച്ചേസ് ചെയ്യുമ്പോൾ എക്സ്പെൻസ് കൂടുകയാണ്, പർച്ചേസ് റിട്ടേൺ ചെയ്യുമ്പോഴോ എക്സ്പെൻസ് കുറയാണ്. സെയിൽ ചെയ്യുമ്പോൾ ഇൻകം കൂടുകയാണ്, സെയിൽസ് റിട്ടേൺ ചെയ്യുമ്പോൾ ഇൻകം കുറയാണ്. ഓക്കെ, ആ ലോജിക്ക് വെച്ച് ചെയ്താൽ മതി. അപ്പൊ കൺഫ്യൂഷൻ വരില്ല. സോ അപ്പൊ ഗോബു എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളായിരുന്നു. ഓക്കെ, നമ്മളെ ലയബിലിറ്റി ആയിരുന്നു. പർച്ചേസസ് റിട്ടേണോ എക്സ്പെൻസ് ആണ്. അപ്പൊ ഗോബുവിന് നമ്മൾ പിന്നീട് അത്ര പൈസ കൊടുക്കാണ്ടാവോ? നമ്മൾ വാങ്ങിയ സാധനം അയാൾക്ക് തിരിച്ചു കൊടുത്തു, നമ്മുടെ ലയബിലിറ്റി എന്ത് ചെയ്യും? കുറയും. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെൻസ് കൂട്ടിയിട്ടുണ്ട്, പർച്ചേസ് റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെൻസ് എന്താ ചെയ്യാ? കുറയും. സോ ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ദെൻ എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും.
എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ഡെബിറ്റ് ചെയ്യേണ്ടത് ഗോബു, ദെൻ ക്രെഡിറ്റ് ചെയ്യേണ്ടത് പർച്ചേസ് റിട്ടേൺ. അപ്പൊ ജേർണൽ എൻട്രി വിൽ ബി ഗോബു അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസ് റിട്ടേൺ. ഈ പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും ആണ് പിള്ളേർക്ക് പൊതുവെ ഡൗട്ട് വരിക. ഒന്നും നോക്കണ്ട, ഇതേ എലമെന്റ് കൂടെ പോവാ, ഇതേ സ്റ്റെപ്പിലൂടെ പോവാ. ഓക്കെ, പർച്ചേസ് ചെയ്യുമ്പോൾ എക്സ്പെൻസ്, സോ പർച്ചേസ് റിട്ടേൺ ചെയ്യുമ്പോഴും എക്സ്പെൻസ്. പർച്ചേസ് ചെയ്യുമ്പോൾ എക്സ്പെൻസ് കൂടുന്നു, പർച്ചേസ് റിട്ടേൺ ചെയ്യുമ്പോൾ എക്സ്പെൻസ് കുറയുന്നു. പിന്നെ ഡൗട്ട് ഇല്ലല്ലോ. ദെൻ നെക്സ്റ്റ് ആണ് എന്ത്? സെയിൽസ്. സെയിൽ ചെയ്യുമ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, സെയിൽസ് റിട്ടേണോ ഇൻകം ഡിക്രീസ് ചെയ്യുന്നു. പ്രശ്നം കഴിഞ്ഞു, സിമ്പിൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 50,000 റുപ്പീസിന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്ത് ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ പർച്ചേസസ് അക്കൗണ്ടിനെ ബാധിക്കും, ക്യാഷിനെയും ബാധിക്കും. പർച്ചേസസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. സോ എക്സ്പെൻസ് എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുമ്പോൾ എക്സ്പെൻസ് കൂടുന്നു, അസറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ദെൻ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യും. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു. സോ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ക്ലിയർ? ഓക്കെ. Then next, withdraw cash from bank rupees 10,000 for personal use by Arun. ബിസിനസിന്റെ അക്കൗണ്ടിൽ നിന്ന് അരുൺ എന്ത് ചെയ്തു? അരുൺ നമുക്കറിയാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഓക്കെ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അയാൾ എന്ത് ചെയ്തു? പൈസ അയാൾ പേഴ്സണൽ യൂസിനും വേണ്ടിയിട്ട് വിഡ്രോ ചെയ്തു. ഓക്കെ, ബിസിനസ് യൂസിനും വേണ്ടിയിട്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ക്യാഷിന്റെ ബാലൻസ് കൂടുള്ളൂ. മനസ്സിലാക്കി വെക്കണം. ബിസിനസ് പർപ്പസിനും വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ക്യാഷ് കൂടുള്ളൂ. ഇതിവിടെ ക്യാഷ് വരുന്നില്ല, അത് ഇയാൾ പേഴ്സണലി എടുത്തുകൊണ്ട് പോവാണ്. ഓക്കെ, ഇയാള് എന്ത് ചെയ്തു? 10,000 റുപ്പീസ് ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ആവുമ്പോൾ എന്തിനൊക്കെ ബാധിക്കും? ഒന്ന്, നമ്മുടെ ബാങ്കിൽ നിന്ന് എന്തായാലും പൈസ പോകുന്നുണ്ട്. ഓക്കെ, ബാങ്ക് അക്കൗണ്ടിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇയാള് ഇൻവെസ്റ്റ് ചെയ്ത പൈസ അല്ലേ, അതല്ലേ ഇയാള് വിഡ്രോ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഈ പൈസ കുറച്ചിട്ടല്ലേ അയാളെ ക്യാപിറ്റൽ സെറ്റിൽ ചെയ്യുള്ളൂ. അയാൾ ഇറക്കിയിട്ടുള്ള പൈസന്ന് 10,000 റുപ്പീസ് അയാൾ വിഡ്രോ ചെയ്യാണ് ഇവിടുന്ന്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? അയാളെ ക്യാപിറ്റലിനും കൂടെ എഫക്ട് ചെയ്യും. ഓക്കെ, സോ അരുൺസ് ക്യാപിറ്റലിനെയും ബാധിക്കും, ബാങ്കിനെയും ബാധിക്കും. ഇയാള് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അരുൺസ് ക്യാപിറ്റലിനെ ബാധിക്കില്ലേ? അപ്പൊ അയാൾ വിഡ്രോ ചെയ്യുമ്പോഴും അരുൺസ് ക്യാപിറ്റലിനെ ബാധിക്കണ്ടേ? ബാധിക്കും. അപ്പൊ അരുൺസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ആണ്. ദെൻ ബാങ്ക് എന്ന് പറയുന്നത് അസറ്റ് ആണ്. സോ ക്യാപിറ്റൽ എന്ത് ചെയ്യും? ഇയാൾ വിഡ്രോ ചെയ്തില്ലേ, അപ്പൊ ഇയാളുടെ ക്യാപിറ്റൽ കുറയും. ദെൻ ബാങ്കിന്റെ ബാലൻസ് എന്ത് ചെയ്യും? കുറയും. ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക, അസറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അരുൺസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇവിടെ തിരുത്തുണ്ട്. ഇവിടെ അരുൺസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. നിങ്ങൾ മുന്നേ ചിലപ്പോൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ഡ്രോയിങ്സ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. അതും കറക്റ്റ് ആണ്, തെറ്റല്ല. ബട്ട് അരുൺസ് ക്യാപിറ്റൽ ബേസിക്കലി ഈ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാലും അത് പിന്നീട് എവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്? ക്യാപിറ്റൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതല്ലേ. നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്താൽ മതി? അരുൺസ് ക്യാപിറ്റൽ എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ഈ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ മെത്തേഡ് കൂടെ പോകേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കൊമേഴ്സ് ആരെങ്കിലും ആ മെത്തേഡിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് പറയുന്നത്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടിട്ട് കഴിഞ്ഞാൽ ശരിയാണ്, ബട്ട് ഇതിന്റെയൊക്കെ ലാസ്റ്റ് എന്താ നമ്മൾ ചെയ്യാൻ പോവാ? ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് കുറെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ ഡ്രോയിങ്സ് ഒക്കെ ലാസ്റ്റ് ക്യാപിറ്റലിനോട് അഡ്ജസ്റ്റ് ചെയ്യല്ലേ. അതിന് നമ്മൾ ഇവിടെ എങ്ങനെ ഇട്ട് കഴിഞ്ഞാലും കറക്റ്റ് ആണ്. ഈസി മെത്തേഡ് ഫോളോ ചെയ്യും. ഓക്കെ, സോ അരുൺസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇനി ഗുഡ്സ് സോൾഡ് ടു കൃഷ്ണ ഓൺ ക്രെഡിറ്റ്. എന്ത് ചെയ്തു? കൃഷ്ണക്ക് ഗുഡ്സ് സെയിൽ ചെയ്തു, ക്രെഡിറ്റിനാണ് സെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏതിനൊക്കെയാണ് ബാധിക്കുക? ഒന്ന് സെയിൽസ്, പിന്നൊന്ന് എന്തിനെ ബാധിക്കും? പൈസ തന്നോ കൃഷ്ണ? ഇല്ല. അപ്പൊ കൃഷ്ണന്റെ അക്കൗണ്ടിനും ബാധിക്കും. സോ കൃഷ്ണ ആൻഡ് സെയിൽസ്. കൃഷ്ണ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പൈസ തരാനുള്ള ആളാണ് അല്ലെ. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് എന്താണ്? അസറ്റ് ആണ്. സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം ആണ്.
ഓക്കെ, നമ്മൾക്ക് പൈസ തരാനുണ്ട്, നമ്മളെ സംബന്ധിച്ച് എന്താണ്, അസറ്റ് കൂടുകയാണ്. ദെൻ സെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻകം കൂടുകയാണ്. സോ അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക, ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. സോ ഡെബിറ്റ് ചെയ്യേണ്ടത് കൃഷ്ണ, ദെൻ ക്രെഡിറ്റ് ചെയ്യേണ്ടത് സെയിൽസ്. ദെൻ കൃഷ്ണ അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. ക്ലിയർ? അത് ട്രാൻസാക്ഷൻ എന്താണെന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ജേണൽ എൻട്രി പാസ് ചെയ്താൽ മതി. Then next goods bought from Shyam on credit. എന്ത് ചെയ്തു, ശ്യാമിന്റെ അടുത്ത് നിന്ന് ഗുഡ്സ് ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തു. ഓക്കെ, ക്രെഡിറ്റിന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്തായിരിക്കും, ഏതൊക്കെ അക്കൗണ്ടിനെയാണ് ബാധിക്കുക? ഫസ്റ്റ് വൺ, ഗുഡ്സ് ബോട്ട് ഫ്രം ശ്യാം. ശ്യാമിന്റെ അടുത്ത് നിന്നാണ് ഗുഡ്സ് എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. സോ പർച്ചേസസിനെ ബാധിക്കും. പൈസ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ക്രെഡിറ്റിലാണ് സെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ എന്തുണ്ടാവും, ശ്യാമിന് പൈസ കൊടുക്കാനുണ്ടാവും. സോ പർച്ചേസസ് ഗുഡ്സ് അല്ലേ, അപ്പൊ പർച്ചേസസ് അക്കൗണ്ടിനും ബാധിക്കും, ശ്യാമിന്റെ അക്കൗണ്ടിനെയും ബാധിക്കും. പർച്ചേസസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. ശ്യാം നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്താണ്, ലയബിലിറ്റി ആണ്. ഓക്കെ, പർച്ചേസ് ചെയ്യുമ്പോൾ എക്സ്പെൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ദെൻ നമ്മൾ പൈസ കൊടുത്തിട്ടില്ലല്ലോ, നമ്മുടെ ലയബിലിറ്റിയും കൂടും. അപ്പോ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക. ദെൻ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുക. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോ ഡെബിറ്റ് ചെയ്യേണ്ടത് പർച്ചേസസ്, ദെൻ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ശ്യാം. ക്ലിയർ? ദെൻ അപ്പൊ ജേണൽ എൻട്രി എന്തായിരിക്കും, പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ശ്യാം അക്കൗണ്ട്. ക്ലിയർ? ഹോപ്പ് യു ഓൾ ആർ ക്ലിയർ. Then next, received from Krishna rupees 1,45,000 in cash. കൃഷ്ണയുടെ അടുത്ത് നിന്ന് എന്ത് കിട്ടി, ക്യാഷ് കിട്ടി, 1,45,000. Received from Krishna rupees 1,45,000 in cash. അപ്പൊ എന്തിനൊക്കെ ബാധിച്ചു? ഒന്ന്, ക്യാഷ് കിട്ടിയില്ലേ, അപ്പൊ ക്യാഷിനെ ബാധിച്ചു. ദെൻ കൃഷ്ണ എന്ന് പറയുന്ന ആളടുത്ത് നിന്നാണ് പൈസ കിട്ടിയിട്ടുള്ളത്, നമ്മൾ ഓൾറെഡി കിട്ടാനുള്ള ആളായിരുന്നു, കൃഷ്ണന്റെ അക്കൗണ്ടിനെയും ബാധിച്ചു. ഓക്കെ, ക്യാഷ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണ്, അസറ്റ് ആണ്. ഓക്കെ, കൃഷ്ണ നമുക്ക് പൈസ തരാനുള്ള ആളായിരുന്നില്ലേ? യെസ്. അപ്പൊ അതെന്തായിരുന്നു, അസറ്റ് ആയിരുന്നു. ക്യാഷ് കിട്ടി, അപ്പൊ നമ്മളെ അസറ്റ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ കൃഷ്ണ പൈസ തന്നു, നമുക്ക് ഓൾറെഡി പൈസ തരാനുള്ള ആളായിരുന്നു, ആ ബാലൻസ് എന്ത് ചെയ്യും, കുറയും. തരാനുള്ള ആള് പൈസ തരുന്നതോട് കൂടി അയാളെ അത്ര അസറ്റ് നമുക്ക് കുറയും. ഓക്കെ, കിട്ടുന്നതോട് കൂടി കുറഞ്ഞു. ദെൻ അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക, അസറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. സോ ഡെബിറ്റ് ചെയ്യേണ്ടത് ക്യാഷ്, ക്രെഡിറ്റ് ചെയ്യേണ്ടത് കൃഷ്ണ. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു കൃഷ്ണാസ് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് ആണ്, കൃഷ്ണക്ക് എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് കൊടുത്തു, അലോ ചെയ്തു. ബിസിനസ് കൃഷ്ണക്ക് ഡിസ്കൗണ്ട് കൊടുത്തു. ഡിസ്കൗണ്ട് അലോ ചെയ്യാന്ന് പറയണമെങ്കിൽ ബിസിനസിനെ സംബന്ധിച്ച് എന്താണ്, ഒരു എക്സ്പെൻസ് ആണ് അല്ലെ. സോ അപ്പൊ എന്തൊക്കെയാണ് ബാധിക്കുക? ഒന്ന്, ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്, അത് ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ടിനെയും ബാധിക്കും. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിനെ ബാധിക്കും. ദെൻ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണക്ക് നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, പിന്നീട് അയാൾ തരാനുള്ള പൈസ എന്ന് കുറയില്ലേ. സോ രണ്ട് അക്കൗണ്ടിനെ ബാധിക്കുക, ഒന്ന് ഡിസ്കൗണ്ട് അലൗഡ്, ഒന്ന് കൃഷ്ണ. ദെൻ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസിനെ സംബന്ധിച്ച് ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞെങ്കിൽ എക്സ്പെൻസ് ആണ്. പിന്നെ കൃഷ്ണ എന്ന് പറയുന്നത് നമുക്ക് പൈസ തരാനുള്ള ആളായിരുന്നു, അസറ്റ് ആയിരുന്നു അല്ലേ. അപ്പോ എക്സ്പെൻസ് എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് കൊടുക്കുന്നതോട് കൂടി എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും. കൃഷ്ണക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, അതോടുകൂടി നമ്മുടെ അസറ്റ് എന്ത് ചെയ്യും, കുറയും. പിന്നീട് അയാൾ അത്ര പൈസ തന്നെ തരാനുണ്ടാവോ? ഇല്ല. സോ അസറ്റ് കുറയും. സോ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യുക, അസറ്റ് ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യാം. സോ ജേണൽ എൻട്രി വിൽ ബി എന്താ ഡെബിറ്റ് ചെയ്യേണ്ടത്, ഡിസ്കൗണ്ട് അലൗഡ്. എന്താ ക്രെഡിറ്റ് ചെയ്യേണ്ടത്, കൃഷ്ണ. സോ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റഡ് ടു കൃഷ്ണാസ് അക്കൗണ്ട്. ക്ലിയർ? എല്ലാവരും കൂടെ തന്നെ ജേണൽ എൻട്രി എഴുതി ഓരോരോ ജേണൽ എൻട്രിയും ക്ലിയർ ആയതിനു ശേഷം മാത്രം നെക്സ്റ്റ് ജേണൽ എൻട്രിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആണ് പെയ്ഡ് ടു ശ്യാം rupees 2,15,000 ഇൻ ക്യാഷ്. ശ്യാമിന് എന്ത് ചെയ്തു, 2,15,000 കൊടുത്തു.
ഓക്കെ, അപ്പൊ എന്തിനൊക്കെ ബാധിക്കും? ഒന്ന് ശ്യാമിന്റെ അക്കൗണ്ട് ബാധിക്കും, കൊടുക്കാനുള്ളതായിരുന്നു. ഓക്കെ, സോ ശ്യാമിന്റെ അക്കൗണ്ടിനെ ബാധിക്കും, ക്യാഷിനും ബാധിക്കും. ഓക്കെ, ശ്യാമിന് നമ്മൾ പിന്നീട് അത്ര പൈസ കൊടുക്കാനുണ്ടാവോ? ഓൾറെഡി കൊടുത്തു. നമ്മുടെ ശ്യാം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളായിരുന്നു. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് ലാബിലിറ്റി ആയിരുന്നു. ദെൻ ക്യാഷ് എന്ന് പറയുന്നതോ അസറ്റുമാണ്. ശ്യാമിന് നമ്മൾ പൈസ കൊടുക്കാനുണ്ടായിരുന്നു, കൊടുക്കുന്നതോട് കൂടി ലാബിലിറ്റി എന്ത് ചെയ്യും? കുറയും. ക്യാഷ് എല്ലാം കൊടുത്തിട്ടുള്ളത്, അപ്പൊ നമ്മുടെ ക്യാഷിന്റെ ബാലൻസും കുറയും. ലാബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുക. സോ ശ്യാം അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ക്ലിയർ? റൈറ്റ്. ദെൻ നെക്സ്റ്റ് ആണ് ഡിസ്കൗണ്ട് അലൗഡ് ബൈ ശ്യാം. ശ്യാം നമുക്ക് എന്ത് ചെയ്തു? ഡിസ്കൗണ്ട് അലൗ ചെയ്തു തന്നു. ആര്? ശ്യാം. ഈ ഡിസ്കൗണ്ട് അലൗഡും ഡിസ്കൗണ്ട് റിസീവ്ഡും ഒരിക്കലും ചേഞ്ച് ആവരുത്. നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ് എന്ത്? ഡിസ്കൗണ്ട് അലൗഡ്. നമ്മൾ ഒരാൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. നമ്മൾ അതാണ് പറഞ്ഞത്, ട്രാൻസാക്ഷൻ വായിച്ചിട്ട് അവിടെ എന്താണ് നടക്കുന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഇവിടെ എന്താ? ഡിസ്കൗണ്ട് അലൗഡ് ബൈ ശ്യാം ആണ്. ശ്യാം ഡിസ്കൗണ്ട് അലൗ ചെയ്തു തന്നു. നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ച് അവിടെ എന്താണ് സംഭവിക്കുന്നത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബിസിനസിനെ സംബന്ധിച്ച് ഡിസ്കൗണ്ട് കിട്ടുകയാണ്. ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ അതെന്താണ്? ഇൻകാണ്. ഇനി ബിസിനസ് ഡിസ്കൗണ്ട് വേറൊരാൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ബിസിനസിനെ സംബന്ധിച്ച് എക്സ്പെൻസും ആണ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ശ്യാമിന്റെ അക്കൗണ്ടിനെയും ബാധിക്കുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. ഇവിടെ ഡിസ്കൗണ്ട് അലൗഡ് ബൈ ശ്യാം ₹10,000. ദാറ്റ് മീൻസ് ശ്യാം നമുക്ക് എന്ത് ചെയ്യാണ്? ഡിസ്കൗണ്ട് തരികയാണ്. നമ്മൾ വേർഡിൽ എന്താണ്? ഡിസ്കൗണ്ട് അലൗഡ് ആണോ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണോ എന്നല്ല നോക്കുക. ബിസിനസിനെ സംബന്ധിച്ച് അവിടെ ഡിസ്കൗണ്ട് കിട്ടുകയാണോ കൊടുക്കുകയാണോ എന്നുള്ളതാണ് നോക്കുക. ഇവിടെ ബിസിനസിനെ സംബന്ധിച്ച് ഡിസ്കൗണ്ട് അലൗ ചെയ്തത് ആരാണ്? ശ്യാമാണ് ഡിസ്കൗണ്ട് അലൗ ചെയ്തിട്ടുള്ളത്. അപ്പൊ ബിസിനസിനെ സംബന്ധിച്ച് അവിടെ ഡിസ്കൗണ്ട് റിസീവ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുന്നുണ്ട് ശ്യാമിന്റെ അടുത്ത്. ഓക്കെ, ഡിസ്കൗണ്ട് റിസീവ് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ ഇൻകാണ്. ദെൻ ശ്യാം നമ്മൾ ഓൾറെഡി പൈസ കൊടുക്കാനുള്ള ആളായിരുന്നു. ഓക്കെ, സോ ഡിസ്കൗണ്ട് ഇൻകം നമുക്ക് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. ദെൻ ശ്യാം നമ്മൾ അയാളുടെ ഡിസ്കൗണ്ട് തരുന്നതോട് കൂടി നമ്മളെ ലാബിലിറ്റി എന്ത് ചെയ്യും? കുറയും, ഡിക്രീസ് ആവും. ഓക്കെ, ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുക, ലാബിലിറ്റി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. Okay, so journal entry will be Shyam account debtor to discount received account. Shyam account debtor to discount received account. നമുക്ക് ഡിസ്കൗണ്ടിന്റെ കേസ് ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ ബിസിനസിനെ സംബന്ധിച്ച് നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ച് ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ അത് ഇൻകമാണ്. നമ്മൾ ബിസിനസ് മറ്റൊരാൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസിനെ സംബന്ധിച്ച് എന്താണ്? എക്സ്പെൻസും ആണ്. അത് മറക്കാൻ ഞാൻ മതി. ദെൻ നെക്സ്റ്റ് ആണ് എന്ത്? ക്യാഷ് സെയിൽസ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാഷിന് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്യാഷിന്റെ ബാലൻസിനെയും ബാധിക്കും, സെയിൽസിനെയും ബാധിക്കും. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്, സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം ആണ്. സോ അസറ്റ് എന്ത് ചെയ്യും? ക്യാഷിന് സെയിൽ ചെയ്യുമ്പോ ക്യാഷ് കൂടില്ലേ? ഇൻക്രീസ് ചെയ്യും. ദെൻ ഇൻകം എന്ത് ചെയ്യും? സെയിൽസ്. ഓക്കെ, ദെൻ ഇൻകം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ ഡെബിറ്റ് ക്യാഷ് ഡെബിറ്റ് ചെയ്യേണ്ടത് ക്യാഷ്, ക്രെഡിറ്റ് ചെയ്യേണ്ടത് സെയിൽസ്. ഓക്കെ, ക്രെഡിറ്റ് ചെയ്യേണ്ടത് സെയിൽസ്. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ക്ലിയർ? ഇവിടെ മാത്രം ജസ്റ്റ് ഒരു കറക്ഷൻ ഉണ്ട്. ഇവിടെ ഇൻക്രീസ് ആണ്. സോറി, ഇവിടെ ഇൻകം ഇൻക്രീസ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, റൈറ്റ്. സോ നെക്സ്റ്റ് പെയ്ഡ് റെന്റ് ₹50,000 ഫ്രം ബാങ്ക്. എന്ത് ചെയ്തു? ബാങ്കിൽ നിന്ന് റെന്റ് പേ ചെയ്തു. സോ രണ്ട് എഫക്റ്റ് എവിടേക്ക് വരിക? ഒന്ന് ബാങ്കിന്റെ ബാലൻസിനും ബാധിക്കും, റെന്റിനും ബാധിക്കും. റെന്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, ബാങ്ക് എന്ന് പറയുന്നതോ അസറ്റ് ആണ്. ഓക്കെ, എക്സ്പെൻസ് എന്ത് ചെയ്യും? കൂടും. റെന്റ് പേ ചെയ്യുമ്പോൾ അസറ്റിന്റെ ബാങ്കിന്റെ ബാലൻസ് എന്ത് ചെയ്യും? കുറയും.
സോ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുക, അസറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുക നമ്മളെ റൂൾ പ്രകാരം. സോ റെന്റ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. റൈറ്റ്? സോ ഹോപ്പ് യു ഓൾ ആർ ക്ലിയർ. ഈ ജേർണൽ എൻട്രീസ് ഒക്കെ ഇപ്പൊ നിങ്ങൾ ക്ലാസ് കണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഞാൻ അതിന്റെ സ്റ്റെപ്സ് ഒന്ന് കറക്റ്റ് പറഞ്ഞുതരാം. ഈ സ്റ്റെപ്പ് ഒന്ന് കറക്റ്റ് ഒന്ന് എഴുതി വെക്കുക നിങ്ങളെ നോട്ട്ബുക്കിൽ. ഫസ്റ്റ് നിങ്ങൾ ആ ട്രാൻസാക്ഷൻ എന്താന്നുള്ളത് വായിച്ചിട്ട് നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അവിടെ ഡിസ്കൗണ്ട് റിസീവ് പറഞ്ഞു അലോ പറഞ്ഞു എന്നല്ല നമ്മൾ നോക്കേണ്ടത്. എന്ത് എഴുതിയിട്ടുള്ള അതിൽ നിന്ന് വാക്കുകൾ കണ്ടെത്താനല്ല ശ്രമിക്കേണ്ടത്. എന്താന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ ട്രാൻസാക്ഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഏത് അക്കൗണ്ടിനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഏതൊക്കെ അക്കൗണ്ടിനെ എഫക്ട് ചെയ്യുന്നത്. പിന്നെയുള്ള പണിയൊന്നും പ്രശ്നമല്ല. ഓക്കെ, എഫക്ട് ചെയ്യുന്നത് മനസ്സിലാക്കേണ്ടത് ആ അക്കൗണ്ട് ഏതാണ്, ആലീസിൽ ഏതാണ് വരുന്നത്, അവിടെ അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കുക. അതിന്റെ റൂള് പ്രകാരം ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ചെയ്യേണ്ടത് നോക്കുക. എന്നിട്ട് നമ്മൾ ജേർണൽ എൻട്രി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തിൽ ഡെബിറ്റ് എലമെന്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഡെബിറ്റ് ഏതാണോ അക്കൗണ്ട് ഡെബിറ്റ്. പിന്നെ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തിൽ 2 എന്ന് കൊടുത്തുകൊണ്ട് ഒരു സ്പേസ് ഇടുക, 2 എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഏതാണ് അക്കൗണ്ട് എന്നുള്ളത് എഴുതുക. ക്ലിയർ? ഇത്ര മാത്രമേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ ആർ ക്ലിയർ. ഓക്കെ, ഇനി നിങ്ങൾ ഫർദർ കൊമേഴ്സ് ഗ്രാജുവേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പർച്ചേസസ് എക്സ്പെൻസ് എല്ലാം എന്നൊക്കെ അറിയാം. നമ്മളൊരു സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങളത് ഗ്രാജുവലി 1 by 1 ആണ് നമ്മളത് പഠിച്ചുകൊണ്ട് പോകുന്നത്. നിങ്ങൾ ജേർണൽ എൻട്രി ഒക്കെ ഇട്ട് പ്രാക്ടീസ് ചെയ്ത് ഇതിന് ശേഷം ഓക്കെ നോർമൽ റെഗുലർ ജേർണൽ എൻട്രീസ് ഒക്കെ ഇട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അക്രൂവൽ കൺസെപ്റ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ അക്രൂവൽ കൺസെപ്റ്റിലെ കുറച്ച് ജേർണൽ എൻട്രീസ് മുഴുവനായിട്ട് പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മൾ അക്രൂവൽ കൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ ജേർണൽ എൻട്രീസും പ്രാക്ടീസ് ചെയ്യും. അറൌണ്ട് മോർ ദാൻ 300 ജേർണൽ എൻട്രീസ് നമ്മൾ പ്രാക്ടീസ് തന്നെ ചെയ്യും. അപ്പൊ നിങ്ങൾ തറവാകും. ഏതെങ്കിലും നമുക്ക് ചിലപ്പോ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് ഫസ്റ്റിൽ ഈ ജേർണൽ ട്രാൻസാക്ഷൻസ് വായിച്ച് മനസ്സിലാക്കി എടുക്കാനാണ് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുക. അത് ബേസിക്കലി ഫസ്റ്റിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏതൊക്കെ അക്കൗണ്ടിനെ എഫക്ട് ചെയ്യാന്നൊക്കെ മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് അത് ബൈ പ്രാക്ടീസ് എന്ത് ചെയ്യും, ഇംപ്രൂവ് ആവും. ഓക്കെ, സോ അപ്പോ ചെറിയ ചെറിയ ഡൗട്ടുകൾ ഉണ്ടാവുമ്പോൾ ഡോണ്ട് ബി പാനിക് ഒന്നും ആവണ്ട. ജസ്റ്റ് കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക, ജസ്റ്റ് ട്രൈ ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും ക്ലിയർ ചെയ്യാം നമുക്ക്. ഓക്കെ, താങ്ക് യു.